പ്രതാപവർമ്മയെ ബോംബ് ചെയ്ത് വീഴ്ത്തിയത് യവനാണെന്ന് ഞാൻ പോലീസിന് മൊഴി കൊടുക്കും. തെളിവ് എന്റെ കയ്യിൽ ഉണ്ടടാ ദീപക് മോനെ. ചെറുപ്പത്തിലെ കൂട്ടുകാരൊക്കെ ഒത്തിരി നിർബന്ധിച്ചതാ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ. അന്നേ യവനെ പോലത്തെ കള്ള കൂട്ടങ്ങളോടെ കൂടിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ കോടീശ്വരനായേനെ. എന്ത് ചെയ്യാം, തലയിലെടുത്ത് മായ്ക്കാൻ പറ്റുമോ? ദൈവമേ, പൂതനേ മോനും മേഡം എന്നെ ഒന്ന് പൊരിക്കുമല്ലോ ഈശ്വര. രക്ഷിക്കണം. രക്ഷിക്കാനോ? 2 വയ്യാത്ത ആൾക്കാർ വരുന്നുണ്ട്. 2 വയ്യാവേദികൾ വരുന്നുണ്ട്. മാറിക്ക് അങ്ങോട്ട്. അയ്യോ, മാരണമാണല്ലോ. ആ അനന്തപിള്ള ഇല്ലടോ അകത്ത്. ആരാ പൊടിയാടി അവിടെ? നിങ്ങളോ? എന്താണാവോ മാതാവും പുത്രനും കൂടി ഈ വഴി? നിങ്ങളെ നേരെ ചൊവ്വ ഒന്ന് കാണാൻ വന്നതാ. ഓ, കാണാൻ വന്നതാണോ? എന്താ പിന്നെ കണ്ടിട്ട് വേഗമങ്ങ് പൊയ്ക്കോ. ഡോ അംബിക വർമ്മേ, അങ്ങനെ അങ്ങ് പോകുന്ന താൻ വിചാരിക്കണ്ട. 2 പറഞ്ഞിട്ടേ ഞാൻ പോവൂ. അംബികേ, നിങ്ങൾ 2 പേരോടും ഒരിക്കൽ കൂടി ഞാൻ പറയുക, രാഷ്ട്രീയം പറയാനാണെങ്കിൽ വേണ്ട. പ്രയോജനമില്ല. അത് മുഴുവൻ നെറികേടായതുകൊണ്ട് ഞാനും അത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയത്തിലുള്ളവരെല്ലാം നെറികെട്ടവരാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലുമല്ല. 60% പേരും നല്ലവരും സത്യസന്ധരുമാണ്. പക്ഷേ ഉള്ളത് പറയാമല്ലോ, അനന്തപിള്ളയും കൂട്ടരും അങ്ങനെ ഉള്ളവരല്ല. സത്യമായും നെറികെട്ടവര് തന്നെയാ. ആ നെറികേടേ ഞങ്ങളോട് കാണിക്കരുതായിരുന്നു. അംബികേ, തെറ്റുകൾ മാത്രമുള്ള ഒരു ലോകത്ത് തെറ്റ് ചെയ്യാതിരിക്കുന്നതാ തെറ്റ്. കള്ളങ്ങൾ മാത്രം നിറഞ്ഞൊരു കാലത്ത് കള്ളം ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. നിങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചു, പക്ഷേ നിങ്ങൾ ഞങ്ങളെ ചതിച്ചു. ഞാൻ നിങ്ങളെ ചതിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്റെ ചതിയേക്കാൾ ഭീകരമായി നിങ്ങൾ അമ്മയും മകനും മറ്റുള്ളവരെ ചതിക്കുമെന്ന് എനിക്ക് 100% വിശ്വാസമായതുകൊണ്ട്. പക്ഷേ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഞങ്ങൾ ഒരിക്കലും ചതിക്കേയില്ല, വഞ്ചിക്കേയില്ല. അവർക്ക് വേണ്ടി ജീവൻ വരെ ഞങ്ങൾ കൊടുക്കും. താൻ കളിയാക്കി ചിരിക്കൊന്നും വേണ്ട. താനേ ചെവിയിൽ നുള്ളിക്കൂ അനന്തപിള്ളേ. താൻ നോവിച്ച് വിട്ടിരിക്കുന്നതേ അംബിക വർമ്മയാ. മനസ്സിന് മുറിവേറ്റ ഈ അംബിക അടങ്ങിയിരിക്കില്ല. തന്നെ ഞാൻ കരയിപ്പിക്കും. ഓർമ്മിച്ചോ? വാടാ. അപ്പോൾ അംബികയും മകനും ഒന്ന് നിന്നേ. അനന്തപിള്ളയെ കരയിപ്പിക്കുമെന്ന ആ വെല്ലുവിളി ഞാൻ വരവ് വച്ചിരിക്കുന്നു. പക്ഷെ അതിനുമുമ്പ് കരയാൻ പോകുന്നത് അമ്മയും മകനും ആയിരിക്കും. കരയുന്നതേ 2 പേരും ഇവിടെയല്ല, അങ്ങ് സെൻട്രൽ ജയിലിൽ കിടന്ന. കേസുകൾ 2 പേർക്കും കൂടെ എത്രയാണെന്ന് അറിയോ? അതിന്റെ എല്ലാം തെളിവുകള് എന്റെ കൈവശമുണ്ട്. ആ ജഗന്നാഥനെ വെടിവെച്ച് കൊന്നത് അംബിക ഒരു കൂട്ടുകാരിയോടൊപ്പമായിരുന്നു, അല്ലേ? പിന്നെ പ്രതാപവർമ്മയെ ബോംബ് ചെയ്ത് വീഴ്ത്തിയത് യവനാണെന്ന് ഞാൻ പോലീസിന് മൊഴി കൊടുക്കും. തെളിവ് എന്റെ കയ്യിൽ ഉണ്ടടാ ദീപക് മോനെ.
എല്ലാം ഞാൻ പറയും. കരയാൻ പോണതേ ഇപ്പൊ ആരാണെന്ന് മനസ്സിലായോ? ബൈബിളിൽ ഒരു വചനമുണ്ട്. നിങ്ങൾ ഒരു വിരൽ എന്റെ നേരെ ചൂണ്ടുമ്പോ ബാക്കി 4 വിരലുകളും അത് നിങ്ങൾക്ക് നേരെ തന്നെ ചൂണ്ടിയിരിക്കും. ചെല്ല്, രണ്ടുപേരും വേഗം ചെന്ന് ഈ അനന്തം പിള്ളയെ കരയിപ്പിക്കാനുള്ള വഴി നോക്ക്. ചെല്ല് 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 ചെല്ല്. സാറേ, മരക്കുരിശികൾ പോയാ? പോയി. എന്നെ കുരിശിത്തറയ്ക്കാനാ വന്നത്. പക്ഷേ അതിനു മുമ്പ് ഞാൻ അവർക്ക് ഒരു കറക്റ്റ് കുരിശങ്ങ് പണിഞ്ഞു കൊടുത്തു. എടീ, നിന്റെ അമ്മ എന്തത്ര താമസിക്കണേ? അയൽക്കൂട്ടത്തിന്റെ മീറ്റിംഗ് ഇത്ര സമയമൊന്നുമില്ലല്ലോ. ഇതെന്തുവാടി, കേന്ദ്രമന്ത്രിസഭയുടെ ക്യാബിനറ്റ് മീറ്റിംഗോ? ചുമ്മാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുന്ന ഈ മീറ്റിംഗ്. ഇത് 5 മിനിറ്റ് കൊണ്ട് തീരണല്ലേ? ആ, പിന്നെ പെണ്ണുങ്ങളല്ലേ, പരദൂഷണത്തിന്റെ പെരുമഴയായിരിക്കും. ഏയ്, അമ്മ അതിലൊന്നും പങ്കു ചേരില്ല. അവിടെ അവരുടെ കൂടെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അല്ല, ഇതാര് പുതിയ ജില്ലാ കളക്ടറോ? കളിയാക്കിയൊന്നും വേണ്ട. നിങ്ങൾ പണ്ട് കേളനെന്ന എന്നെ വിളിച്ചോണ്ടിരുന്നു. അമ്മായി അച്ഛനെന്നതിലുപരി നമ്മൾ തമ്മിലൊരു ആത്മീയ ബന്ധമുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കുന്നു. അയ്യോ, സാറ് പണ്ട് ചൊറിയും കുത്തി ഈ വരാന്തയിൽ എപ്പോഴും ഇരിപ്പായിരുന്നല്ലോ. ഇപ്പൊ തിരക്കുള്ള ആളായി മാറിയപ്പോ സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാ. ഏമാനി ഇരിക്കാൻ ഒരു കസേര എടുക്കട്ടോ? ഇത്രയും സുന്ദരിയെ നിനക്ക് എങ്ങനെയാടി തല നിറച്ച അച്ഛനുണ്ടായത്?